ഹലോ ഫ്രണ്ട്സ്, പ്ലസ് പോയിന്റ് അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഏകദേശം 2000-ഓളം വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ എന്നാണ് തസ്തികയുടെ പേര്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇൻ്റലിജൻസ് ബ്യൂറോ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, അസിസ്റ്റന്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2. ഇതാണ് തസ്തികയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് www.mha.gov.in എന്നോ അല്ലെങ്കിൽ www.ncs.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിന് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്കാർക്ക് 989 വേക്കൻസി ഉണ്ട്. അതുപോലെ EWS 113 വേക്കൻസി, OBC 417 വേക്കൻസി, SC 360, ST 121, അങ്ങനെ ടോട്ടൽ 2000 വേക്കൻസിയാണ് നിലവിലുള്ളത്. ശമ്പള സ്കെയിൽ പറയുന്നത് 44,900 മുതൽ 1,42,400 വരെയാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി മാത്രമേ ക്വാളിഫിക്കേഷൻ പറയുന്നുള്ളൂ. അതുപോലെ കമ്പ്യൂട്ടർ നോളജ് അഭികാമ്യമാണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. SC/ST കാർക്ക് 5 വർഷവും OBC കാർക്ക് 3 വർഷവും വയസ്സുകൾ ലഭിക്കുന്നുണ്ട്. സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, കേരളത്തിൽ 7 ജില്ലകളിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ജില്ലകൾ തിരഞ്ഞെടുത്തിട്ട് എക്സാമിന് അപേക്ഷിക്കുക. ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ പറയുന്നുണ്ട്. 3 ഘട്ടങ്ങളായിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക. ടയർ 1 വരുന്നത് 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ തന്നെ 5 പാർട്ടായിട്ട് തിരിച്ചിട്ടാണ് 20 മാർക്കിൻ്റെ 5 പാർട്ടായി തിരിച്ചിട്ടാണ് എക്സാം ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. അതിൽ വരുന്നത് ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ, അനലിറ്റിക്കൽ, ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ജനറൽ സ്റ്റഡീസ്. അതുപോലെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. 1 മണിക്കൂറായിരിക്കും ടയർ 1 എക്സാമിൻ്റെ സമയം. 100 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടായിരിക്കുക. ടയർ 2 വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പേപ്പർ ഓഫ് 50 മാർക്സ്, അതിൽ 30 മാർക്കിൻ്റെ essay ആയിരിക്കും. അതുപോലെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ ആൻഡ് പ്രെസീസ് റൈറ്റിംഗ് 20 മാർക്കിൻ്റെ, അതിൻ്റെ സമയം പറഞ്ഞിരിക്കുന്നത് 1 മണിക്കൂറാണ്. 50 മാർക്കിൻ്റെ ചോദ്യമാണ് ഉണ്ടായിരിക്കുക. ടയർ 3 ഇൻ്റർവ്യൂ വരുന്നത്. അതിൻ്റെ മാർക്ക് പറയുന്നത് 100 മാർക്കാണ് ഇൻ്റർവ്യൂവിന് ലഭിക്കുന്നത്. അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. www.mha.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്ന മുമ്പായിട്ട് എല്ലാവരും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് എക്സാമിനേഷൻ ഫീസ് പറയുന്നുണ്ട്. 100 രൂപയാണ് എക്സാമിനേഷൻ ഫീസ് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് ചാർജായിട്ട് 500 രൂപയും നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ 600 രൂപ നമ്മൾ എക്സാം ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. SC/ST അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്, അതുപോലെ എക്സ് സർവീസ്മെനിന്, ഇവർക്കെല്ലാം പ്രോസസ്സിംഗ് ചാർജ് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 9/1/2021 ആ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്